ഹായ് ഫ്രണ്ട്സ്, ആർഫ്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 17 വരെയുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ വളറ്റിലിറ്റിക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവിനാണ് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ഇറാൻ US സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതും അതുപോലെ ക്രൂഡ് ഓയിൽ വില ഉയർന്നതും കാരണം കഴിഞ്ഞ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ നിഫ്റ്റി താഴോട്ടേക്ക് പോയിരുന്നു. പിന്നീട് ഒരു ശക്തമായ റിക്കവറിയാണ് നമ്മൾ കാണുന്നത്. ആദ്യ ദിവസത്തെ തിരിച്ചടിക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയിലെ അവസാനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാർക്കറ്റ് 24,000 എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കടമ്പ മറികടന്നുകൊണ്ട് 24,354 എന്ന നിലവാരത്തിൽ ക്ലോസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിലുണ്ടായ ആ യുദ്ധഭീതി മാർക്കറ്റിനെ പിടിച്ചുലച്ചെങ്കിലും താഴെയുള്ള നിലവാരത്തിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിലുള്ള ബൈങ് നടത്തിയതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബൈങ് അറ്റ് ലോവർ ലെവൽസാണ് മാർക്കറ്റിനെ പിടിച്ചുയർത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ 6 വീക്കിലുണ്ടായ തുടർച്ചയായ നഷ്ടത്തിന് ശേഷം മാർക്കറ്റ് വീണ്ടും പോസിറ്റീവായി മാറിയ ഒരു ആഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു തിരിച്ചുവരവ് വെറുമൊരു സ്നാപ്പ് ബാക്ക് ആണോ അതോ യഥാർത്ഥത്തിലുള്ള ഒരു മുന്നേറ്റമാണോ എന്ന് നമുക്ക് ഇനിയും ഉറപ്പിച്ച് പറയാനായിട്ടില്ല. കാരണം ഇറാൻ US ആ ഒരു പെർമനന്റ് സീസ് ഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വരുന്നത് വരെ കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ചയുടെ മൊത്തത്തിലുള്ള ഒരു ബ്രോഡ് മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഏകദേശം 1.26% ആണ് അപ്പായിട്ടുള്ളത്. എന്നാൽ അവിടെ നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒക്കെ 3% കൂടുതലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ മിഡ് ക്യാപ്പും നെക്സ്റ്റ് 50 ഒക്കെ നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ്. അത് 4% കൂടുതലുള്ള മുന്നേറ്റമാണ് ഈ രണ്ട് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് നിഫ്റ്റി ഓട്ടോയിൽ നടന്ന ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഡെക്സുകളും പോസിറ്റീവായിരുന്നു. ഇപ്പോൾ നിഫ്റ്റി എനർജി, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി PSC, നിഫ്റ്റി മീഡിയ, റിയാലിറ്റി, കമ്മോഡിറ്റീസ്, CPSC, FMCG പോലെയുള്ള നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട സെക്ടറുകളൊക്കെ 3% മുതൽ 4% വരെ റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇന്ത്യൻ റുപ്പി അത് ഡോളറിനെതിരെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് 4 ട്രേഡിംഗ് ഡേയിൽ 93 മുകളിൽ നിഫ്റ്റി ഡോളറിനെതിരെ ട്രേഡ് ചെയ്തപ്പോൾ 5-ാം ദിവസം ആ ലാസ്റ്റ് ഡേ നമ്മൾ കാണുന്നത് 92 ലെവലിലേക്ക് റുപ്പി ശക്തി ആർജിക്കുന്നതായിട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈനാണ്. അതുപോലെ ഡോളറിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറയുന്നതായിട്ടും കാണാം. ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ച 100ൽ താഴെ എന്ന നിലവാരത്തിലാണ് ത്രൂ ഔട്ട് വീക്ക് ട്രേഡ് ചെയ്തത്. കൂടാതെ ഗോൾഡും സിൽവറും വീണ്ടും പോസിറ്റീവായി വരുന്നതായിട്ട് കാണാം. ഗോൾഡ് ഇപ്പോഴും $5,000 പെർ ഔൺസ് എന്ന ലെവലിലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കാണുന്നതെങ്കിലും ആ ഒരു 5,000 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സിൽവർ ഓൾറെഡി 80 എന്ന ലെവൽ ടച്ച് ചെയ്തുകൊണ്ട് ഗോൾഡിനെ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റ് കാണുന്നത്. ഇത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും പ്രകടമാണ്. കാരണം ഗോൾഡ് ETF ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് മുന്നേറ്റമാണെങ്കിൽ സിൽവർ ETF 6% മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗോൾഡിനെ സിൽവർ മറികടക്കുന്ന ഒരു പെർഫോമൻസ് വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മേജർ ട്രിഗർ പോയിന്റുകളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇറാൻ US കോൺഫ്ലിക്റ്റ് തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ആ ഒരു മധ്യസ്ഥതയിൽ ഏപ്രിൽ 8 ആരംഭിച്ച ആ ഒരു 2 ആഴ്ചത്തെ ടെമ്പററി സീസ് ഫയർ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് നിലവിലുണ്ട്. എന്നാൽ ഇതിനിടയിലും പലയിടങ്ങളിലായിട്ടുള്ള അതിൻ്റെ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വരുന്ന ആഴ്ചയിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏപ്രിൽ 17 ഇറാൻ ഈ പാത തുറന്നു കൊടുത്തെങ്കിലും ഏപ്രിൽ 18 നെക്സ്റ്റ് ഡേ തന്നെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അത് പൂർണ്ണമായിട്ടും അടയ്ക്കുകയുണ്ടായത്. അമേരിക്ക ഹോർമസിൽ നടത്തുന്ന നാവൽ ബ്ലോക്കേഡാണ് അവരതിന് കാരണമായിട്ട് പറയുന്നത്. എന്നാൽ ഇവിടെ അമേരിക്ക പറയുന്നത് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹോർമസ് സ്ഥിരമായിട്ട് തുറന്നു കൊടുക്കണമെന്നുമാണ് ട്രംപിൻ്റെ പ്രധാന ആവശ്യം. നല്ലൊരു ഡീൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇറാൻ്റെ നിലപാട് തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായിട്ടും പിൻവലിക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ ഒരു പരിഹാരമല്ലെന്നും സ്ഥിരമായിട്ടുള്ള പരിഹാരമാണ് വേണ്ടതെന്നുമാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്റ്റ്, തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ആ ഒരു ചർച്ച അത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ട്രിഗർ പോയിന്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സമാധാന ചർച്ചകൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ ഹോർമസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന നീക്കങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 22 വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ സമാധാനം ഉണ്ടാക്കുമോ അതോ യുദ്ധം തുടരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.
അപ്പോൾ അടുത്ത ആഴ്ച ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അത് 100-ൽ താഴെ നിൽക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണെങ്കിലും നെക്സ്റ്റ് വീക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും മാർക്കറ്റിലെ പെർഫോമൻസ്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില ഏകദേശം $88 താഴെ പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ ആയിരിക്കും. എന്നാൽ ക്രൂഡ് ഓയിലിൻ്റെ വില 95-ന് മുകളിൽ കടന്നാൽ അത് മാർക്കറ്റിൽ ഒരുപക്ഷെ ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്കറ്റിൽ കണ്ട വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം FIIസിൻ്റെ ബൈങ് ആയിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം 1,22,000 കോടിയുടെ വിൽപ്പന നടത്തിയ FIIs ഏപ്രിൽ മാസം കാണുന്നത് ആ ഒരു വിൽപ്പനയുടെ അവസ്ഥയിൽ നിന്നും വാങ്ങലിലേക്ക് മാറിയതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ട്രെൻഡ് അടുത്ത ആഴ്ചയും തുടരുകയാണെങ്കിൽ മാർക്കറ്റിൽ അത് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് വീക്ക് FIIs അഗ്രസീവായിട്ട് വിൽക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ അവർ സെക്ടർ വൈസ് ഒരു ഷിഫ്റ്റ് നടത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബാങ്കിങ് IT മേഖലകളിൽ നിന്നും പണം പിൻവലിച്ചുകൊണ്ട് വാല്യുവേഷൻ കുറഞ്ഞ സെക്ടറുകളിലേക്ക് അവർ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓട്ടോമൊബൈൽ, ക്യാപിറ്റൽ ഗുഡ്സ് പോലെയുള്ള മേഖലകളിലേക്ക് ഒരു സെക്ടർ റൊട്ടേഷനുള്ള സാധ്യതയാണ് FIIസിൻ്റെ ഒരു ബൈങ് പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് പല കമ്പനികളുടെയും വരാൻ പോകുന്ന റിസൾട്ടുകളാണ്. അതിൽ ഏറ്റവും പ്രധാനം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ടാണ്. കാരണം നിഫ്റ്റിയിൽ മേജർ വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും ഇന്ത്യയിലെ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് എന്നുള്ള നിലക്കും ഇതിൻ്റെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇൻഡെക്സിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള റിസൾട്ടായിരിക്കും റിലയൻസിൻ്റെ റിസൾട്ട്. ഇതുകൂടാതെ പ്രധാനപ്പെട്ട പല IT കമ്പനികളുടെയും റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അതിൽ HCL ടെക്നോളജീസ് ഉണ്ട്, ഇൻഫോസിസ്, പെർസിസ്റ്റൻ സിസ്റ്റം, ടാറ്റ എൽഎക്സി, LTI മൈൻട്രി, ടെക് മഹീന്ദ്ര, LNT ടെക്നോളജി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഹെവി സ്റ്റോക്കുകളുടെ റിസൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ ആ റിസൾട്ടുകൾ തീർച്ചയായിട്ടും IT ഇൻഡെക്സിനെ വലിയ തോതിൽ സ്വാധീനിക്കും. കാരണം IT ഇൻഡെക്സിൽ ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടാകുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരിക്കും. ഇതുകൂടാതെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, PNB ഹൗസിംഗ് തുടങ്ങിയ ഫിനാൻസ് മേഖലയിലുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് സാറ്റർഡേ വന്നിട്ടുള്ള ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും റിസൾട്ടുകൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ നെസ്ലെ ഇന്ത്യ, SBI ലൈഫ് ഇൻഷുറൻസ്, ഹെവൽസ് ഇന്ത്യ റിസൾട്ടുകളും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ സെക്ടറുകളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ 2 പ്രധാനപ്പെട്ട അദാനി സ്റ്റോക്കുകളുടെ റിസൾട്ടുകളും വരുന്നുണ്ട്. അദാനി എനർജി സൊല്യൂഷൻ്റെയും അദാനി ഗ്രീൻ എനർജിയുടെയും. അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് നെക്സ്റ്റ് വീക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ ഒരു റിക്കവറി ഫേസിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. കാരണം അതിൻ്റെ ഡെയിലി ചാർട്ടിൽ 20-ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അത് 50-ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതും കാണാം. അപ്പോൾ ഇത് ഷോർട്ട് ടേമിൽ ഈ ട്രെൻഡ് പോസിറ്റീവാണെന്നാണ് സൂചന നൽകുന്നത്. എങ്കിലും 200-ഡേ മൂവിങ് ആവറേജ് ആയിട്ടുള്ള 25,000 ലെവലിന് മുകളിൽ ബ്രേക്ക് നിഫ്റ്റി നടത്തിയാൽ മാത്രമാണ് നമുക്ക് ഒരു പെർമനൻ്റ് അപ് ട്രെൻഡായി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഒരു പാറ്റേൺ ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഡെയിലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് ഹാമർ ഫോർമേഷൻ കണ്ടിരുന്നു. അപ്പോൾ ഇത് താഴെയുള്ള നിലവാരത്തിൽ നിന്ന് ബയേഴ്സ് ശക്തമായി തിരിച്ചു വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. കൂടാതെ നിഫ്റ്റിയുടെ RSI ഇപ്പോൾ കാണുന്നത് 58-62 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇത് ഓവർ ബോട്ട് സോണിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ഇനിയും മുകളിലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിഫ്റ്റിയിലെ ഒരു സ്ട്രെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ MACD ലൈന്, അതിൻ്റെ സിഗ്നൽ ലൈന് താഴെ നിന്ന് മുകളിലോട്ട് മറികടന്നിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഒരു പോസിറ്റീവ് ഏരിയയിലേക്ക് മാറുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ ബൈങ് പ്രഷർ കൂടുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ റിക്കവറിയിൽ അതിൻ്റെ വോളിയം ശരാശരിയേക്കാൾ കൂടുതലായിരുന്നു. അപ്പോൾ ഡെലിവറി വോളിയം കൂടുന്നത് റീറ്റെയിൽ നിക്ഷേപകർക്ക് പുറമെ വലിയ നിക്ഷേപകരും ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ 24,000 സ്ട്രൈക്ക് പ്രൈസിൽ വലിയ തോതിലുള്ള പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 24,000 അടുത്ത ആഴ്ചയിലെ ശക്തമായ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ 24,500 ശക്തമായ കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു തടസ്സം ഒരുപക്ഷെ നേരിട്ടേക്കാം. അപ്പോൾ 24,500 മറികടന്നാൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി വഴി നിഫ്റ്റി 24,800 വരെ പോകാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും ഗ്ലോബൽ ക്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും വിധത്തിലുള്ള ശക്തമായ നെഗറ്റീവ് ന്യൂസ് മണ്ട വരികയാണെങ്കിൽ 23,900 എന്ന ലെവലിലേക്ക് താഴോട്ടേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് ട്രെൻഡ് ആകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.